മാങ്കുളം പെരുമ്പൻകുത്ത് പവലിയനിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതിൽ പ്രതിഷേധിച്ചും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ മർദ്ദിച്ചുവെന്നാരോപിച്ചും മാങ്കുളം ജനകീയ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ മാങ്കുളത്ത് പുരോഗമിക്കുന്നു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിനായി ഞങ്ങളുടെ പ്രതിനിധി അഖിൽ രാമചന്ദ്രൻ ചേരുന്നു. അഖിൽ, ഹർത്താൽ മേഖലയിൽ ശാന്തമാണോ? അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? അഖിൽ. മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പവലിയനിൽ വനംവകുപ്പ് അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചുവെന്നാരോപിച്ചുമാണ് ഇന്ന് മാങ്കുളം ജനകീയ സമിതി ഇത്തരമൊരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് മാങ്കുളം പഞ്ചായത്ത് പരിധിയിൽ ഇന്ന് ഹർത്താൽ നടക്കുന്നത്. ഇപ്പോൾ ഹർത്താൽ ആരംഭിച്ചിട്ട് ഏകദേശം 4 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഹർത്താൽ ഇപ്പോൾ സമാധാനപരമായി പുരോഗമിക്കുകയാണ്. നിരത്തുകളിൽ വാഹനങ്ങൾ ഇറങ്ങിയിട്ടില്ല. അതുപോലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടക്കുന്നു. ആളുകൾ ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വ്യാപാരികളടക്കം ഈ ഹർത്താലിനോട് സഹകരിക്കുന്ന ഒരു കാഴ്ച ഈ ഹർത്താലിന്റെ ആദ്യ സമയങ്ങളിൽ നമുക്ക് മാങ്കുളത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു മറ്റൊരു കാര്യം, ഈ മാങ്കുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് മാങ്കുളം വിരിവാര DFO ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 11 മണിക്കാണ് വിരിവാറയിലുള്ള DFO ഓഫീസിലേക്ക് ഇത്തരത്തിൽ ജനകീയ സമിതിയുടെ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. ഇതിൽ വലിയൊരു ജനപങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷയും ജാഗ്രതയുമൊക്കെ ഈ DFO ഓഫീസിന് സമീപം ഒരുക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഇത്തരത്തിൽ ഈ ഹർത്താലിലേക്കൊക്കെ നയിച്ച ഈ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഈ പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപമുള്ള പവലിയനിൽ കുട്ടമ്പുഴ റേഞ്ച് ഓഫീസിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് മുതലാണ് ഇത്തരത്തിലൊരു സംഭവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ഈ പവലിയനിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചതോടെ ഇതുമായി ബന്ധപ്പെട്ട് തർക്കം ഉടലെടുത്തു. ജനപ്രതിനിധികളും പ്രദേശവാസികളും ഒക്കെ ഈ പവലിയനിലേക്ക് എത്തുന്നു. അതിനുശേഷം ഈ ജനപ്രതിനിധികളെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നൊരു ആരോപണം ഉയരുന്നു. അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നു. തുടർന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ മാങ്കുളം റേഷൻ കാർഡ് സിറ്റിയിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർ ഈ ജനപ്രതിനിധികളെ മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നൊരാവശ്യമായിരുന്നു ഇവർ മുമ്പോട്ട് വെച്ചത്. അതിനെ തുടർന്ന് ഇങ്ങോട്ട് ഇന്നലെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് മാങ്കുളത്ത് നടന്നു. ഇന്നലെ വൈകുന്നേരം മാങ്കുളം ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടന്നു. വലിയ ഒരു ജനപങ്കാളിത്തം ഈ ഒരു പ്രതിഷേധ സമരത്തിന് ലഭിച്ചു. അതുപോലെ ഡ്രൈവർമാരുടെ കൂട്ടായ്മ ഇന്നലെ മാങ്കുളത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇന്ന് മാങ്കുളത്ത് ഇപ്പോൾ ജനകീയ സമിതി ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഹർത്താലിന്റെ ഈ ആദ്യ മണിക്കൂറുകൾ പുരോഗമിക്കുകയാണ്.